കുഞ്ഞോണന് 1000 രൂപ കൊടുക്കണം, മുരുകേണന് 700 രൂപ കൊടുക്കണം. എൻ്റെ അമ്മോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇതെല്ലാം കൂടെ കണക്കൂട്ടി വരുമ്പം എവിടെ പോന്നു? ഇനി ഒരു നിമിഷം പോലും നിങ്ങളടുത്ത് നിൽക്കുന്ന ഒരു പ്രശ്നമില്ല. അച്ഛൻ തന്നെ ഇങ്ങനെ അച്ഛനായി പോയില്ലേ? ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കൊതിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോവാ. എടാ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, കാരണം നിങ്ങളുടെ ചിന്ത ഇവിടെ ഒന്നും അല്ലല്ലേ. സംസാരിച്ചെന്ന് അപകടം ഉണ്ടാക്കാതെ രക്ഷപ്പെടാൻ നോക്കുമോളെ. അല്ല നിങ്ങളൊക്കെ ഇത് എന്തുപോയി കാണിക്കുന്നേ? എന്റെ മോൻ കാണിക്കുന്നതെല്ലാം മികച്ച കാര്യങ്ങളാന്നല്ലേ. അല്ല അമ്മ ഈ ആയുധങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ട് പോകുന്നു? ഞങ്ങളങ്ങ് പോകുമ്പോഴേ അയലത്തുകാരെ ജീവൻ ഒരാപത്തും വരും, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് കൊണ്ടുപോയി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നോ എനിക്ക് ഭ്രാന്താവുന്നു. നിങ്ങൾ ഭ്രാന്ത് പിടിക്കും, ഇവിടെ പലതും നടക്കുകയും ചെയ്യും. അങ്ങനത്തെ സാധനങ്ങളിൽ വലിച്ചു കയറ്റുന്നു. ആരെ എന്ത് വലിച്ചു കയറ്റിയെന്നാ നീ പറയുന്നേ? ആരെപ്പോ ഉപയോഗിച്ച്? ഇന്നലെ അലക്കാൻ എടുത്തിട്ട് നിങ്ങളുടെ ഷർട്ടിൽ നിന്ന് കിട്ടിയതാ, കണ്ട? നിങ്ങളുടെ പുതിയ ജോലിയും പുതിയ കൂട്ടുകെട്ട് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇതൊക്കെ വലിച്ചു കയറ്റിയിട്ടെ അമ്മയും അച്ഛനെയും പെങ്ങളെയും സഹോദരനെയും മക്കളെയൊക്കെ തിരിച്ചറിയാതെ ഓരോന്ന് ചെയ്തു കൂട്ടാനേ വളരെ ചുരുങ്ങിയ സമയം മതി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടും. ഇത് കണ്ടിട്ടാണോ എൻ്റെ പൊന്നമ്മ, എൻ്റെ പൊന്ന് പെണ്ണുമ്പിള്ളേ? എടി ഇന്നലെ ഞാനൊരു VIP പാർട്ടിയുടെ വീട്ടിലല്ലായിരുന്ന കാറ്ററിംഗ് സർവീസിന് പോയത്. എടി അവിടെ കല്യാണത്തിന് കേബിളി വിളമ്പുന്ന ഷുഗർ പാക്കറ്റ് ആയത് കണ്ട, അല്ല MDM കുന്തൊന്നും അല്ല. മക്കളെ ഇന്നോക്ക് അതെങ്ങനെ 1 കിലോയുടെയും 1/2 കിലോയുടെയും പഞ്ചസാര പാക്കറ്റല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? ഇതുപോലൊരു പാക്കറ്റ് കണ്ടിട്ടില്ലല്ലോ. ഇപ്പം നിങ്ങൾക്കെല്ലാം ബോധ്യമായല്ലോ ഇത് പഞ്ചസാരയാണ്. മോനെ, പഞ്ചാര ഞാൻ തെളിയിക്കുന്ന ഒരു പാക്കറ്റ് ഉണ്ടോടാ നിന്റെ കൈ? ഇപ്പൊ MDM അല്ല പഞ്ചസാരയാണെന്ന് തെളിഞ്ഞതല്ലേ, ഇനി എന്തിനാ വേറൊരു പാക്കറ്റ്? അയ്യോ, എന്നാലേ മോൻ അമ്മയോട് ക്ഷമിക്കണം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ?